സ്ത്രീകളുടെ സൈക്കോളജി അത് മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു നേക്കാണ്. അവള് വഴക്ക് പറഞ്ഞു പിണങ്ങിയിരിക്കണമെന്ന് പറഞ്ഞ് നീ ഇങ്ങനെ കരയല്ലേ? ഈ പെണ്ണുങ്ങളെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ. നീ ഒരു കാര്യം ചെയ്യും, ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്ത് ഒരു സാരിയൊക്കെ മേടിച്ചു കൊടുക്കും. പിന്നെ ഇച്ചിരി കടലിൻ്റെ കരയെ കൂടെ കൊണ്ടുപോയി കാറ്റൊക്കെ കൊള്ളിക്കുക. അപ്പം തീരാവുന്ന പിണക്കമല്ലേ ഉള്ളൂ ഈ പെണ്ണുങ്ങളുടേത്. വേണ്ട വേണ്ട, നീ പാർട്ടി ഓഫീസിൽ ഇന്നും നാളെയും വരണ്ട. ആ ഇത് എന്ത് പഠിക്കുന്നടാ ഇതൊക്കെ. ആ ഇത് ഇവരെയൊക്കെ നമ്പർ തന്നെയാണ് ഇതെല്ലാം പതിവായിട്ട്. ആ ആ ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടൊരു ഭക്ഷണമൊക്കെ കഴിച്ച് അത്രേ ഉള്ളൂ. അതിന് തീരാവുന്ന നീ കൊണ്ടുപോയി ഇനി ഏത് റെസ്റ്റോറൻറ്റൊന്നും ഞാൻ പറയില്ല. നീ എവിടെയെങ്കിലും കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുക്കേ. നീ റെസ്റ്റോറൻറ്റ് ഞാൻ പറഞ്ഞു തരണോ? വെച്ചേരെ. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ ഗ്യാസിൻ്റെ ഗുളികയും കഴിച്ചിട്ടിരിക്കുകയാണ്. എനിക്ക് ഭക്ഷണം എടുത്ത് ഏതെങ്കാം. അതെ അല്ല, കേൾവിശേഷി നഷ്ടപ്പെട്ടൊന്നുമില്ലല്ലോ. നിങ്ങളുടെ കാലം കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ടല്ലോ എപ്പോഴും. പോയി എടുത്ത് തിന്നെ. ഞാൻ നിർത്തിയ പരിപാടിയൊക്കെ. എന്നും അങ്ങനെ അല്ലല്ലോ. ഇനി മുതൽ ഇങ്ങനെയാ. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞാൻ നടത്തി തന്നില്ലേ? എനിക്കുണ്ട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ. അതെന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? ഇന്ന് കണ്ണി കണ്ടവന്റെ ഭാര്യനെ എങ്ങനെ നോക്കണമെന്ന് പറഞ്ഞു കൊടുക്കണം. ഭയങ്കര മതിപ്പായി പോയി. നിനക്ക് എന്താണ് ഇപ്പോൾ ഒരു കുറവ്? ഞാൻ രാജകുമാരനെ പോലെ ഇരിക്കുകയാണല്ലോ. കാണാൻ തന്നെ രാജകുമാരിയെ പോലെ അല്ലേ? ഓരോ പെണ്ണുങ്ങൾ മുട്ടറ്റം വളമായിട്ടുണ്ട് നടക്കുക. ഇത് കണ്ടോ? എന്തോന്നടി ഇത്? ഇപ്പൊ വളയാണോ നിന്റെ പ്രശ്നം? എന്റെ കർത്താവ്, ഇതെന്തൊരു മുതൽ. ഇതിന്റെ സൈക്കോളജി എനിക്ക് ഇത്രയും വർഷമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെന്നുള്ളതാണ്.